NIA വരണമെന്ന് കോതമംഗലത്ത് മരിച്ച കുട്ടിയുടെ മാതാപിതാക്കൾ. കോതമംഗലത്തെ യുവതിയുടെ ആത്മഹത്യ NIA അന്വേഷണം ആവശ്യപ്പെട്ട് പെൺകുട്ടിയുടെ മാതാവ് മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും കത്തയച്ചു. മകൾ ആത്മഹത്യ ചെയ്ത് മതപരിവർത്തന ശ്രമം മൂലമെന്ന് മാതാവ് ആവർത്തിച്ചു. പോലീസ് കേസെടുത്തിരിക്കുന്നത് അതേസമയം ദുർബല വകുപ്പുകൾ മാത്രം ചുമത്തിയെന്ന് കുടുംബം പറഞ്ഞു. 23-കാര ആത്മഹത്യയിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചു. ഇന്ന് മൂവാറ്റുപുഴ ഡിവൈഎസ്പിയാണ് ഇതുമായി ബന്ധപ്പെട്ട വിഷയം അന്വേഷിക്കുന്നത് എന്നുള്ളതാണ്. പ്രതിയായ റമീസിന്റെ മാതാപിതാക്കളെ ഉടൻ ചോദ്യം ചെയ്യും. ഒപ്പം റമീസിനെ കസ്റ്റഡിയെടുക്കാനും പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ഡാനി പോൾ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഡാനി, ഇത് ഇപ്പോൾ മതപരിവർത്തനം എന്നുള്ളത് ഇന്നലെയും ആവർത്തിച്ചിരുന്നു. മാതാപിതാക്കളും ബന്ധുക്കളും മറ്റും അതിൽ ഉറച്ചു നിൽക്കുകയാണോ അവർ? കോതമംഗലത്തെ 23-കാരിയുടെ ആത്മഹത്യയിൽ കേസിൽ വിശദമായ രീതിയിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് NIA അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് യുവതിയുടെ കുടുംബം ഇപ്പോൾ കത്തയച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ DGPക്കുമാണ് പെൺകുട്ടിയുടെ മാതാവ് കത്തയച്ചിരിക്കുന്നത്. ഇതിൽ അവർ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ മതപരിവർത്തനമാണ് ഇതിൻ്റെ ഇടയിൽ നടക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിൽ കൃത്യമായ രീതിയിലുള്ള അന്വേഷണം വേണം. ഇതിൽ വിദേശത്തു നിന്നോ എവിടെ നിന്നെങ്കിലും ഈ രീതിയിലുള്ളൊരു ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് തങ്ങൾക്ക് സംശയമുണ്ട്. ഇത്തരം കാര്യങ്ങൾ പോലീസ് അന്വേഷണം നടത്തിയാൽ പുറത്തേക്ക് വരില്ല. അതുകൊണ്ട് വ്യക്തമായ രീതിയിൽ തന്നെ ദേശീയ അന്വേഷണ ഏജൻസി തന്നെ ഇക്കാര്യങ്ങളിൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ പോലീസ് ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ, ഈ പിടിയിലായിട്ടുള്ള പെൺകുട്ടിയുടെ സുഹൃത്ത് റമീസിനെതിരെ ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ ദുർബലമാണ്. ഇത് ഇവർക്ക് ജാമ്യം കിട്ടാനും വിടുതൽ നേടാനും എല്ലാം തന്നെ കാരണമാകും. അതുകൊണ്ട് കൂടുതൽ കാര്യക്ഷമമായ രീതിയിലുള്ള ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ വേണ്ടതുണ്ട് എന്നതാണ് അവർ ആവശ്യപ്പെടുന്നത്. ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഈ കേസിലുള്ള ഇടപെടൽ അനിവാര്യമാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് DGPക്കും മുഖ്യമന്ത്രിക്കും ഇവർ കത്തയച്ചിട്ടുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ പോലീസിൻ്റെ ഒരു പ്രതികരണമോ കാര്യങ്ങളോ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല. ഇതിൽ മതപരിവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ ഇവർ ആരോപിക്കുന്നുണ്ട്. അക്കാര്യങ്ങളിൽ പോലീസിൻ്റെ ഒരു പ്രതികരണം ലഭ്യമായിട്ടില്ല. വിശദമായ രീതിയിലുള്ള അന്വേഷണം വേണമെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ റിമാൻഡിലുള്ള റമീസിനു വേണ്ടി കസ്റ്റഡി അപേക്ഷ പോലീസ് സമർപ്പിച്ചിട്ടുണ്ട്. 5 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യണമെന്ന് പോലീസ് പറയുന്നു. ഇയാളിൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോണും മറ്റു രേഖകളും അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ കുട്ടിയുടെ ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പോലീസ് പരിശോധിക്കുന്നു. മുറിവുകൾ, ആ കുട്ടിക്ക് ഏറ്റ ക്ഷതങ്ങൾ എത്രമാത്രം ഗൗരവമുള്ളതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. നിലവിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ ഈ റമീസിൻ്റെ മാതാപിതാക്കളെയും ചോദ്യം ചെയ്യണമെന്ന രീതിയിൽ തന്നെയാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രേരണ കുറ്റം അടക്കമുള്ള കാര്യങ്ങൾ ഇവരുടെ മേൽ ചുമത്താം. അത്തരം കാര്യങ്ങളിൽ കൂടുതൽ അന്വേഷണം വേണം. കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ടെങ്കിൽ കൂടിയും ഇവരെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികളാക്കാനുള്ള സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. അവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് പോലീസ് ഇപ്പോൾ നീക്കം നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് പരിശോധനകൾ പൂർത്തിയാക്കി വരികയാണ്. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവച്ചു. ഇന്ന് നമ്മൾ കണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, സഭയും CPM തമ്മിലുള്ള പോരാണ്. MV ഗോവിന്ദൻ മാസ്റ്റർക്ക് വളരെ കൃത്യമായി തന്നെ സഭയുടെ പ്രതിനിധികൾ മറുപടി നൽകി. സഭയോട് പോരെ. ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയുടെ BJP അനുകൂല പ്രസ്താവനയെ ചൊല്ലി തലശ്ശേരി രൂപതയും CPM-ഉം നേർക്കുനേർ. അവസരവാദി എന്നാണ് ജോസഫ് പാംപ്ലാനിയെ MV ഗോവിന്ദൻ വിശേഷിപ്പിച്ചത്. ഗോവിന്ദൻ മാഷ് ഗോവിന്ദച്ചാമിയെ പോലെ സംസാരിക്കരുതെന്നായിരുന്നു കത്തോലിക്ക കോൺഗ്രസിന്റെ മറുപടി. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ ജാമ്യം ലഭിച്ചതിൽ BJPക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും നന്ദി പറഞ്ഞ പാംപ്ലാനിയുടെ നിലപാടിനെതിരെയാണ് CPM പരസ്യമായ രംഗത്ത് വന്നത്. ചില പിതാക്കന്മാർ RSന് കൊള്ളോത്ത് നടത്തുകയാണെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് ആരോപിച്ചു. ചില പിതാക്കന്മാർ ഇപ്പോ RSSന് കൊള്ളൂത്ത് നടത്തുകയാണ്. കേക്കുമായിട്ട് RSSന്റെ ശാഖയിലേക്ക് കടന്നു വരുന്ന ആളുകൾ, കേക്കുമായിട്ട് തിരിച്ച് അങ്ങോട്ട് പള്ളിയുടെ അരമനയിലേക്ക് കടന്നു പോകുന്ന ആളുകൾ പരസ്പരം പരവതാനി വിരിക്കുന്നു, പരസ്പരം ആശ്ലേഷിക്കുന്നു. ആരെയാ ഇവർ പൊട്ടന്മാരാക്കുന്നത്? പാംപ്ലാനി അവസരവാദിയാണെന്നും ഇത്രയും ശക്തമായ അവസരവാദം പറയുന്ന മറ്റൊരാളില്ലെന്നുമായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ കഴിഞ്ഞ ദിവസത്തെ വിമർശനം. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരായിട്ട് കടന്നാക്രമം വന്നു. പാംപ്ലാനി അപ്പം ഞെട്ടി. പാംപ്ലാനി ഞാൻ പേരുപയോഗിച്ചത് ബോധപൂർവമാണ്. അവസരവാദം ഇത്രയും ശക്തിയായിട്ട് പറയുന്ന വേറൊരാളുമില്ല. അതുകൊണ്ടാണ് പാംപ്ലാനി പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആലോചിക്കേണ്ടി വരും.
അവസാനം ജാമ്യം കിട്ടി. ജാമ്യം കിട്ടിയപ്പോൾ സ്തുതി ആർക്ക്? കേന്ദ്ര അമിത്ഷാ ഉൾപ്പെടെയുള്ളവർക്ക് സ്തുതി. അച്ഛന്മാർ കേക്കും കൊണ്ട് പോയി സോപ്പിടാൻ. എവിടെ? RSന്റെ ഓഫീസിൽ. ടി സൈത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. സൈത്ത്, ഇപ്പോൾ നമുക്കറിയാം പല നേരത്തെയും നികൃഷ്ടജീവി പ്രയോഗമുണ്ടായിരുന്നു. CPM സഭയുമായി പോരിടുന്നത് ആദ്യമായല്ല. ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി കടുപ്പിക്കുകയാണ്. അതിനൊരു പ്രത്യേക പശ്ചാത്തലവും കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരുങ്ങിയിട്ടുണ്ട്. BJPയുമായുള്ള സഭയുടെ അടുപ്പം കൂടിയത് വല്ലാതെ ചുഴപ്പിക്കുന്നുണ്ടോ അത് CPMനെ? 2021 തുടർഭരണം കിട്ടാൻ മുഖ്യ കാരണമായി CPM വിലയിരുത്തിയത് ക്രൈസ്തവ മതന്യൂനപക്ഷങ്ങളുടെ പിന്തുണയാണ്. ഇത് അതിനു മുമ്പുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിലും CPMനും ഇടതുപക്ഷത്തിനും പൊതുവിൽ അനുകൂലമായി ഉണ്ടായി എന്ന് തന്നെയാണ് അവരുടെ വിലയിരുത്തൽ. അതിനുശേഷം ഇന്നുവരെ ക്രൈസ്തവ വിഭാഗങ്ങളുമായി പൊതുവിൽ അകലാതെ ജാഗ്രത പുലർത്തിയിരുന്ന ഇടതു നേതൃത്വം, CPM നേതൃത്വം ഇപ്പോൾ മറ്റൊരു നിലപാട് സ്വീകരിക്കുകയാണോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് ഉയരുന്നത്. ജോസഫ് പാംബ്ലാനിക്കെതിരെ MV ഗോവിന്ദൻ നടത്തിയ പ്രസ്താവനയ്ക്ക് അത്തരമൊരു രാഷ്ട്രീയ മുഖമുണ്ടോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടി വരികയാണ്. ഒരു പക്ഷേ ജോസഫ് പാംബ്ലാനിയെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് CPM നടത്തിയ പ്രസ്താവനയായി കൂടി അത് കാണുവാനുള്ള സാധ്യത വളരെയേറെയാണ്. കാരണം ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റിന് പിന്നാലെ സ്വീകരിച്ച നിലപാടിൽ വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചത് ജോസഫ് പാംബ്ലാനി മാത്രമാണ്. അതായത് അല്പം BJP അനുകൂല നിലപാട് സ്വീകരിച്ചത്. അതിനുശേഷം കത്തോലിക്ക സഭയിലെയോ മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങളിലെ ഒരു ബിഷപ്പുമാരും BJPക്ക് അങ്ങനെ അനുകൂലമായൊരു നിലപാടെടുത്തിട്ടില്ല. അതുകൊണ്ട് ഇത് പാംബ്ലാനിയുടെ മാത്രം ഒരു നിലപാടാണ്. അതുകൊണ്ട് വിമർശനം പാംബ്ലാനിയിലേക്ക് മാത്രം ഒതുങ്ങുമെന്ന വിലയിരുത്തലാവാം ഒരുപക്ഷെ CPM ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുക. പക്ഷേ CPMനെ തുറന്നെതിർത്തുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതൊരു പക്ഷേ ജോസഫ് പാംബ്ലാനിക്ക് അപ്പുറത്തേക്കുള്ള ഒരു സഭയുടെ പൊതുവായ പ്രതികരണമായി മാറുമോ എന്നതാണ് ഇനിയുള്ള ദിവസങ്ങൾ കണ്ടറിയേണ്ടത്. KCBC അടക്കമുള്ള അല്ലെങ്കിൽ കത്തോലിക്ക സഭയിലെ കൂടുതൽ സഭാ നേതൃത്വത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ബിഷപ്പ്മാരടക്കം ഇക്കാര്യത്തിൽ CPM നേതൃത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് നിലപാടെടുത്താൽ അതിൻ്റെ രാഷ്ട്രീയ മുഖം മാറും. നാളത്തെ ദിവസം ഒരുപക്ഷെ ഇക്കാര്യത്തിൽ നിർണായകമാണ്. അത്തരം നീക്കങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. എന്തായാലും ജോസഫ് പാംബ്ലാനിക്കെതിരായ CPMൻ്റെ നിലപാട് അത് ബോധപൂർവമാണ്. കാരണം കഴിഞ്ഞ ദിവസം ഒരു സമ്മേളനത്തിനിടയിൽ MV ഗോവിന്ദൻ നടത്തിയ പ്രസ്താവനയ്ക്ക് തുടർച്ചയായി DYFIയുടെയും എക്കബാലിനടക്കമുള്ള CPM നേതാക്കളും സമാന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ബോധപൂർവമായി തന്നെ അവർക്ക് നിലപാടാണ്. അതായത് കത്തോലിക്ക ക്രൈസ്തവ സഭാ വോട്ടുകൾ നഷ്ടപ്പെടുന്നത് അവർ ആഗ്രഹിക്കുന്നില്ല, അവരെ ഒപ്പം നിർത്തുക തന്നെയാണ് ലക്ഷ്യം. എന്നാൽ ജോസഫ് പാംബ്ലാനിക്ക് മറുപടി പറയാൻ കൂടി CPM ലക്ഷ്യമിടുന്നുണ്ട്. എന്തായാലും ഈ നീക്കം സുപ്രധാനമാണ്. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ പ്രതികരണം കൂടി പുറത്തു വരേണ്ടതുണ്ട്. കത്തോലിക്ക സഭയിലെ മറ്റ് സഭാ നേതൃത്വങ്ങൾ, സഭയുടെ നേതൃത്വത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരൊക്കെ ഈ വിഷയത്തിൽ CPM നേതൃത്വത്തെ തള്ളിപ്പറയാൻ തയ്യാറാകുമോ? അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ നാളെ ഇതിൻ്റെ തുടർ നീക്കങ്ങൾ കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം ഈ വിഷയത്തിൽ UDF അടക്കം സ്വീകരിക്കാൻ പോകുന്ന നിലപാടുകളും പ്രസക്തമാണ്. BJP ജോസഫ് പാംബ്ലാനിക്ക് പിന്തുണ നൽകിക്കൊണ്ട് നിലപാട് എടുത്തു കഴിഞ്ഞു. ഇക്കാര്യത്തിൽ UDFൻ്റെയും കോൺഗ്രസിൻ്റെയും ഭാഗമായി നേതാക്കൾ അടക്കമെടുക്കുന്ന നിലപാട് നിർണായകമാണ്. എന്തായാലും കത്തോലിക്ക സഭയുമായി CPM നിലനിർത്തിപ്പോരുന്ന ഒരു ഐക്യം അത് നഷ്ടപ്പെടാതിരിക്കാനുള്ള ജാഗ്രത കാട്ടൽ ഒരുപക്ഷെ ഉണ്ടായേക്കാം. മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുമില്ല. അതുകൊണ്ട് നാളെ അടക്കം നടക്കാൻ പോകുന്ന നീക്കങ്ങൾ സുപ്രധാനമാണ്. സൈത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. CPM വിമർശനങ്ങൾക്ക് ഫാദർ ഫിലിപ്പ് കബീലിൻ്റെ മറുപടിയാണ് വളരെ പ്രധാനപ്പെട്ട ഒന്നായി ഇന്ന് ഉണ്ടായിരുന്നത്. അത് നെല്ലും പതിരും തിരിച്ചറിയാൻ സഭയ്ക്ക് അറിയാം. കന്യാസ്ത്രീകളുടെ മോചനത്തിന് BJP സഹായിച്ചു. കേരളത്തിൽ കക്കുകളി നാടകം നടത്തിയവരാണ് CPM ന്യായീകരണം തെരുവ് വേശ്യയുടെ ചാരിത്ര പ്രസംഗം പോലെ എന്ന് കടുപ്പിച്ചു ഇന്ന് ഫിലിപ്പ് കബീൽ ന്യൂസ് 18 പ്രൈം ഡിബേറ്റിൽ. ഭയക്കാനൊന്നുമില്ല. ഈ ഞങ്ങൾ 2000 വർഷത്തെ ചരിത്രമുള്ള സഭയാണ്. എത്രയോ വലിയ മതമർദ്ദകരെ കണ്ടിട്ടാണ് ഞങ്ങളിവിടെ വന്നേക്കുന്നത്. എത്രയോ രാജ്യങ്ങളിൽ മാർക്സിസ്റ്റ് ഭരണകൂടങ്ങൾ ഞങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ച് ഈ സഭയ്ക്ക് ഇതൊക്കെ വെറും നിസ്സാരമായ കാര്യങ്ങളാണ്. റെജി ലൂക്കോസിന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാൻ അതിന് തെറ്റൊന്നുമില്ല, അത് ഞാൻ മാനിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹത്തിൻ്റെ മാത്രം അഭിപ്രായമാണ്. അല്ലാതെ ഞങ്ങളത് അംഗീകരിക്കണമെന്ന് വാശി പിടിക്കുന്നത് ഒരു ഫാസിസത്തിൻ്റെ മറ്റൊരു വികൃത മുഖമാണെന്ന് തുറന്നു പറയുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. ഇതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട സെഗ്മെന്റിലേക്കാണ് ഇനി പഞ്ച് ഡയലോഗ്. ഇന്ന് രാവിലെ ഫിലിപ്പ് കബീൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് ഗോവിന്ദൻ മാഷ് ഗോവിന്ദചാമി ആവേണ്ട എന്നാണ്. അതായത് ഗോവിന്ദചാമിയെപ്പോലുള്ള പരാമർശം സഭയ്ക്കെതിരെ നടത്തരുത് എന്ന് ഫിലിപ്പ് കബീൽ പറയുന്നു. ഒരുപക്ഷെ CPM നേതാവിനെതിരെ, സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഒരു സഭാ നേതൃത്വം ഇത്ര രൂക്ഷമായി പ്രതികരിക്കുന്നത് ആദ്യമായാകാം. ആ വാക്കുകളിലേക്ക്. അതായത് നമ്മൾ ഓരോ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ആ സ്ഥാനത്തിന്റെ
മഹത്വം മനസ്സിലാക്കി സംസാരിക്കണം. അതിൽ നിന്ന് വില കുറഞ്ഞ സംസാരം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിനെ തുറന്നു കാണിക്കുന്നത്. അതായത് ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്നത് CPM എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അതിലൊരു മഹത്വമുള്ള പോസ്റ്റ് ഉണ്ട്. ആ സ്ഥാനത്തിരിക്കുന്നയാള് ഗോവിന്ദചാമി പറയുന്ന പോലെ പറയരുതെന്നാണ് ഉദ്ദേശിച്ചത്. അതായത് അദ്ദേഹത്തിന് നിലയ്ക്കും വിലക്കും ചേർന്ന ഒരു പ്രസ്താവനയല്ല അത് എന്നാണ് ഉദ്ദേശിച്ചത്. ഇനി അദ്ദേഹം പറഞ്ഞത് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഒരു തിന്മ ഉദ്ദേശിച്ച് പറഞ്ഞ. അദ്ദേഹം കുറെ ആളുകളെ അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകരെ കണ്ടപ്പോൾ അവരുടെ മുമ്പിൽ അല്പം ആളാകാൻ വേണ്ടി ഒരു ആവേശത്തിരുത്തലിൽ പറഞ്ഞതായിരിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ പറയുന്ന ഗോവിന്ദൻ മാസ്റ്റർക്ക് തന്നെ ഒരു നിലപാടുള്ള ആളല്ല. ഒരാഴ്ചയെങ്കിലും അദ്ദേഹം ഒരു നിലപാടിൽ ഉറച്ചു നിന്നിട്ടുണ്ടോ? അദ്ദേഹം ഒരു മാസങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യം നമ്മൾ ഓർത്താൽ മതി. അദ്ദേഹം പറഞ്ഞത് RSS CPM ബന്ധത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വിടുവായത്തത്വം എന്നാണ് കൃത്യമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത്. അദ്ദേഹം ഈ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെ ഈ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷെ ശാസിക്കുന്നതും തിരുത്തുന്നതും കേരള സമൂഹം മുഴുവൻ കണ്ടതാണ്. നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് പഴയ റീലുകളൊന്നും എടുത്തു നോക്കിയാൽ മതി. ഇന്നേക്ക് ഒരു മാസത്തിന് മുമ്പ് സംഭവിച്ച കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് നിലപാടുള്ള ഒരു വ്യക്തിത്വം ഒന്നും അല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം എത്രയോ തവണ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപഹാസ്യനായിട്ടുണ്ട്. സ്വന്തം സ്വഭാവ വൈകല്യത്തെ വെച്ച് മറ്റുള്ളവരെ വിലയിരുത്തുന്നത് ഒരിക്കലും ശരിയല്ല. അതേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതായത് നമ്മുടെ പഞ്ച് ഡയലോഗ്. ഇനിയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ വിഷയങ്ങളിലേക്ക് പോകണം. തല്ല് അവിടെ തുടരുകയാണ്. സജി നന്ദിയാട്ട് കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു. സജിയുടെ ഇനിയുള്ള നീക്കം എന്താകും? സിനിമാ സംഘടനകളിൽ പതിവ് പോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലമാണ്. ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള പോര് അവിടെ മുറുകയാണ്. ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചതിന് പിന്നാലെ തുറന്നടിച്ചു സജി നന്ദിയാട്ട്. ഇന്ന് ചേംബർ പ്രസിഡന്റ് ആകാതിരിക്കാൻ ലക്ഷ്യമിട്ട് തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുവെന്നും ഇതിന് പിന്നിൽ നിർമ്മാതാവ് അനിൽ തോമസ് ആണെന്നും നന്ദിയാട്ട് പറഞ്ഞു. സാന്ദ്ര തോമസിനെ വ്യക്തിപരമായി സാന്ദ്ര പറഞ്ഞ ചില നിലപാടുകളെയാണ് പിന്തുണച്ചതെന്നും നന്ദിയാട്ട് പറഞ്ഞു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സാന്ദ്ര നൽകിയ ഹർജികളിൽ എറണാകുളം ജില്ലാ സബ് കോടതി നാളെ വിധി പറയും. നവമി ദിനേശ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരണം. നവമി, ഇപ്പോൾ സജി നന്ദിയാട്ട് നമുക്കറിയാം ശക്തനായിരുന്നു, എല്ലാ വിഷയങ്ങളിലും നിലപാടുകൾ പറയുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ഇത് വല്ലാത്തൊരു തലത്തിലേക്ക് മാറുകയാണല്ലേ? സിനിമാ വിതരണക്കാരുടെ സംഘടനയായ ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനിൽ അംഗത്വം ലഭിക്കാൻ കൃത്രിമ രേഖകൾ ചേംബറിന് മുൻപാകെ സമർപ്പിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി 3 മാസം മുൻപ് നിർമ്മാതാവ് മനോജ് റാസിംഗ് ഫിലിം ചേംബറിന് ഒരു പരാതി നൽകിയിരുന്നു. ഈ മാസം 27-ന് നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ അംഗത്വം ഉപയോഗിച്ച് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള സജി നന്ദിയാട്ടിന്റെ നീക്കത്തെ എതിർത്ത് ഒരു വിഭാഗം രംഗത്തെത്തുകയും ചെയ്തിരുന്നു. പിന്നാലെ ചിലർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു എന്നാരോപിച്ച് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സജി നന്ദിയാട്ട് രാജിവെക്കുന്ന സാഹചര്യവും ഉണ്ടായി. പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറും തമ്മിലുള്ള കരാറിൽ പ്രൊപ്പറേറ്റർ എന്ന് എഴുതിപ്പോയി എന്നതാണ് അംഗത്വം റദ്ദാക്കാനുള്ള കാരണമെന്നാണ് സജി നന്ദിയാട്ട് പറയുന്നത്. എല്ലാത്തിനും പിന്നിൽ അനിൽ തോമസ് ആണെന്നും സജി നന്ദിയാട്ട് ആരോപിച്ചു. എന്റെ ഇന്നലത്തെ ഡിസ്ട്രിബ്യൂട്ടർ അംഗത്വത്തിൽ നിന്നുള്ള എന്റെ മാറ്റി നിർത്തിയതിൽ ഈ അനിൽ തോമസ് ആണ് പ്രധാന പങ്ക് വഹിച്ചത്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ശ്രീ സജി ചെറിയാൻ എന്ന് പറയുന്ന മിനിസ്റ്ററുമായി ഞങ്ങൾ ചർച്ചയ്ക്ക് പോയി. അന്ന് രാത്രിയിൽ അവിടെ ഒരു ഹോട്ടലിൽ ഈ ഗൂഢസംഘം ഇരുന്ന് ഈ വരുന്ന 27-ാം തീയതി എന്നെ എങ്ങനെ ഫിലിം ചേംബർ പ്രസിഡന്റ് ആക്കാതിരിക്കാം എന്ന കാര്യത്തെക്കുറിച്ച് ഗവേഷണം നടത്തുകയായിരുന്നു. സാന്ദ്ര തോമസിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയ നടപടിക്കെതിരെ താൻ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നതായും അധികാരമോഹികളും സാമ്പത്തിക ലാഭം ആഗ്രഹിക്കുന്നവരും സംഘടനയിലുണ്ടെന്നും സജി നന്ദിയാട്ട് തുറന്നടിച്ചു. തനിക്കെതിരെ സജി ഉയർത്തിയ ആരോപണങ്ങളിൽ ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്നാണ് അനിൽ തോമസിന്റെ നിലപാട്. അതേസമയം നാമനിർദ്ദേശ പത്രിക തള്ളിയ വിഷയത്തിൽ സാന്ദ്ര തോമസ് എറണാകുളം സബ് കോടതിയിൽ നൽകിയ ഹർജിയിൽ മേലുള്ള വിധി നാളത്തേക്ക് ഉണ്ടാകും. വ്യാഴാഴ്ചയാണ് നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടക്കുക. അധിക്ഷേപ പരാമർശം തുറന്ന് നടൻ വിനായകൻ. ന്യൂസ് 18 മാധ്യമപ്രവർത്തക അപർണ കുറുപ്പിനെതിരെ അടക്കം നടത്തിയ പരാമർശങ്ങൾ ഡിലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഓഡിയോ സന്ദേശമായി വിനായകന്റെ പുതിയ അശ്ലീലം. അപർണയെയും കുടുംബത്തെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ഓഡിയോ മാധ്യമപ്രവർത്തകനായ ഷാജൻ സ്കറിയയ്ക്കാണ് വിനായകൻ അയച്ചത്. ഷാജൻ സ്കറിയുടെ കുടുംബത്തെയും വളരെ മോശമായി പരാമർശിക്കുന്ന വാക്കുകളാണ് ഓഡിയോയിൽ വിനായകൻ ഉപയോഗിച്ചിരിക്കുന്നത്. എടിയ പറഞ്ഞേ, ഞാൻ ഇന്ന് റെഡിയാണ്. നിന്നെ കുറുപ്പല്ല നിന്റെ തന്ത.
നിന്റെ തന്ത. എനിക്ക് നിന്നോട് പ്രണയം തോന്നി. ഇരിപ്പിക്കുന്ന കെട്ടി നീ എൻ്റെ കൂടെ വരോ എൻ്റെ മോളെ? എടി അപർണേ, ഞാൻ നിന്നെ ഇന്ന് അപർണ കുറുപ്പെന്ന് വിളിക്കുന്നു. എടി എന്ന് ഞാൻ വിളിക്കുന്നു. മനസ്സിലായടാ? കറക്റ്റാണ് സാജ, അത് കറക്റ്റാണ്. പക്ഷെ നിങ്ങളൊക്കെ നന്മ നിറഞ്ഞ മാധ്യമ പ്രവർത്തകരായതുകൊണ്ട് സാജന എത്തി തന്നതാണ്. അവക്കല്ല, തൻ്റെ ഭാര്യയ്ക്ക് ഞാൻ കൊടുക്കുന്നു. ഓക്കെ, പറയാൻ മറന്നായി. തൻ്റെ അവക്ക് മാത്രമല്ല, ഈ ലോകത്തിലെ നിറം നിറഞ്ഞ തൻ്റെ അവക്കും ഞാൻ കൊടുക്കും. ഓക്കെ, നാളെ തന്നെ കൊടുക്കണ്ട, പുറത്തു വരും. ഓക്കെ സാജ, നല്ലോണം പത്രപ്രവർത്തനം ചെയ്ത് ജീവിക്ക്. ഓക്കെ, തൻ്റെ ഭാര്യയും തൻ്റെ മകളും ഒരുവിധം ഇതുവരെ ഞാൻ വിളിച്ചു പറഞ്ഞല്ലോ സാജ, നാളെ എന്തായാലും തൻ്റെ മകക്കിട്ട് ഞാൻ കൊടുക്കും. ഓക്കെ, ഇതായിരുന്നു അപർണയ്ക്കെതിരെയും ഷയൻസ് കരയ്ക്കിടെ നടത്തിയ അശ്ലീല വാക്കുകൾ വിനായകൻ്റെ ഭാഗത്ത് നിന്ന്. വിനായകൻ ഇനിയും ഇത്തരം കാര്യങ്ങൾ തുടരുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ന് ഡൽഹിയിൽ വോട്ട് ചോരി വിവാദവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതിഷേധങ്ങൾ കണ്ടു. ഡൽഹിയിൽ പ്രതിഷേധങ്ങൾ കനക്കുകയാണ്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടുകൊള്ള ആരോപണത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായി. പാർലമെന്റ് ഇരുസഭകളും സ്തംഭിപ്പിച്ച് പ്രതിപക്ഷം ഇന്ന് രംഗത്ത് വന്നു. പ്രധാനമന്ത്രി വിഷയത്തിൽ മറുപടി പറയണമെന്നാണ് പാർലമെന്റ് കവാടത്തിന് മുന്നിലും പ്രതിപക്ഷ എംപിമാർ ആവശ്യപ്പെട്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടികയിൽ 124 വയസ്സ് പ്രായമുള്ളതായി ആരോപിക്കപ്പെടുന്ന വോട്ടർ മിൻഡ ദേവിയുടെ പേര് ആലേഖനം ചെയ്ത ടീഷർട്ടുകൾ ധരിച്ചാണ് എംപിമാർ പാർലമെന്റിൽ എത്തിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നറിയിപ്പുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തി. ചിത്രം ഇനിയും ബാക്കിയുണ്ടെന്നും പോരാട്ടം ഭരണഘടനാ സംരക്ഷണത്തിന് വേണ്ടിയാണെന്നും രാഹുൽ പറഞ്ഞു. इलेक्शन कमीशन जानता है, हम जानते हैं, पहले सबूत नहीं था, अब क्लियरली सबूत है और हम कॉन्स्टिट्यूशन की रक्षा कर रहे हैं. वन मैन वन वोट कॉन्स्टिट्यूशन का फाउंडेशन है और इलेक्शन कमीशन की ड्यूटी है कि वो वन मैन वन वोट इन्फोर्स करें और उन्होंने नहीं किया है, उन्होंने अपनी ड्यूटी नहीं की है. तो हम सिर्फ कॉन्स्टिट्यूशन को प्रोटेक्ट कर रहे हैं, उसकी रक्षा कर रहे हैं, संविधान की रक्षा कर रहे हैं और हम करते रहेंगे, हम रुकेंगे नहीं. അതിനിടെ വോട്ടർ പട്ടിക ക്രമക്കേടിൽ ഡൽഹിയിൽ യൂത്ത് കോൺഗ്രസിന്റെയും പ്രതിഷേധമുണ്ടായി. രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണത്തിൽ വിശദമായി ചർച്ച വേണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധമുണ്ടായത്. തുടർന്ന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. മനു ഭരത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. മനു, ഇന്നും ഡൽഹിയിൽ പ്രതിഷേധമുണ്ടാവുകയാണ്. അത് പാർലമെന്റിനകത്തും പുറത്തും. ഇത്തരത്തിലുള്ള ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു മറുപടി കിട്ടും വരെ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് പ്രത്യേകിച്ചും പ്രതിഷേധം തുടരുക തന്നെയാണോ കോൺഗ്രസ് നീക്കം? രഞ്ജിത്ത്, പ്രതിഷേധം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാക്കാനുള്ള പദ്ധതികൾ കോൺഗ്രസ് ആസൂത്രണം ചെയ്തു കഴിഞ്ഞു. ഓഗസ്റ്റ് 14 ഒരു വലിയ മാർച്ച് ഡൽഹിയിലും അതുപോലെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും സംഘടിപ്പിക്കാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. ലോക് തന്ത്ര ബച്ചാവോ മാർഷാൽ മാർച്ച് എന്ന പേരിൽ ജില്ലാ ആസ്ഥാനങ്ങളിൽ ഈ മാർച്ച് നടക്കും. അതിനുശേഷം ഓഗസ്റ്റ് 25 മുതൽ എല്ലായിടത്തും ലോക് തന്ത്ര ബച്ചാവോ എന്ന മുദ്രാവാക്യം ഉയർത്തുകയും കള്ളന്മാർ സ്ഥാനമൊഴിയണം, വോട്ട് കള്ളന്മാർ സ്ഥാനമൊഴിയണം എന്ന മുദ്രാവാക്യം ഉയർത്തിയും വലിയ പ്രതിഷേധ പരിപാടികൾ കോൺഗ്രസ് ആസൂത്രണം ചെയ്തു. അങ്ങനെ കോൺഗ്രസ് ഈ വിഷയം കൂടുതൽ ശക്തമായി ഉയർത്താൻ ഉള്ള ഒരു തീരുമാനത്തിലാണ്. പക്ഷേ ചില തിരിച്ചടികൾ വരുന്നത്, ഇന്നിപ്പോൾ കോൺഗ്രസ് മിൻഡ ദേവി എന്ന ഒരു സ്ത്രീയുടെ ഫോട്ടോ പതിച്ച ടീഷർട്ടുകൾ ധരിച്ചാണ് പ്രതിഷേധവുമായി എത്തിയത്. ഇവർക്ക് 125 വയസ്സുണ്ട്. അപ്പോൾ ഇത് വ്യാജ വോട്ടറാണെന്ന തരത്തിലുള്ള ആണ് ഒരു പ്രതിഷേധം അവർ സംഘടിപ്പിച്ചത്. പക്ഷേ മിൻഡ ദേവി ഇന്ന് രംഗത്തെത്തി. അവർ ബീഹാറിലെ സിവാൻ എന്ന സ്ഥലത്ത് താമസിക്കുന്ന ഒരു വോട്ടറാണ്. 1900 എന്നാണ് അവരുടെ ജനന തീയതി ഉണ്ടായിരുന്നത്. ആക്ച്വലി 1990 ആയിരുന്നു. അപ്പോൾ 9-0 പോയതാണ്. ഈ ഒരു അച്ചടിപ്പിശകാണ് ഇതുപോലെ ഒരു വ്യാജ വോട്ടറായി അവരെ മാറ്റാൻ കാരണം എന്നാക്ഷേപിച്ച് അത് തൻ്റെ തെറ്റല്ല, അത് പ്രിൻറ്റിംഗ് എററാണ്. അപ്പോൾ സ്വാഭാവികമായും തന്നെ ആരാണ് ഈ പ്രിയങ്ക ഗാന്ധി തന്നെ ഇങ്ങനെ അപകീർത്തിപ്പെടുത്താൻ എന്ന തരത്തിൽ അവർ പ്രതിഷേധവുമായി രംഗത്തെത്തി. ആളുകളുടെ മുന്നിൽ താനൊരു വ്യാജയാണ് എന്ന തരത്തിൽ ഒരു അപകീർത്തികരമായൊരു പ്രചരണമുണ്ടായത് അവരെ വല്ലാതെ ക്ഷുഭിതയാക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് കോൺഗ്രസിന് മറ്റൊരു തിരിച്ചടി ഉണ്ടായത് കെ മേനോൻ എന്നൊരു ചലച്ചിത്ര പ്രവർത്തകൻ
തൻ്റെ ക്ലിപ്പുകൾ അനധികൃതമായി ഈ ക്യാമ്പയിന് വേണ്ടി ഉപയോഗിച്ചു എന്നൊരു വാദവുമായി എത്തി. അത് തൻ്റെ അനുമതിയില്ലാതെയാണ് ഈ ക്ലിപ്പുകൾ ഉപയോഗിച്ചത് എന്നായിരുന്നു പ്രധാന വാദം. പക്ഷേ കോൺഗ്രസ് അതിനും ഇപ്പോൾ മറുപടി പറയേണ്ട ഒരു സാഹചര്യം. ഏതായാലും ഈ പ്രതിഷേധം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. ഇന്ന് പാർലമെൻറ്റിൻ്റെ ഇരു സഭകളും പ്രക്ഷുബ്ധമായിരുന്നു. 18-ാം തീയതി വരെ സഭകൾ അഡ്ജേൺ ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ BJP പെട്ടെന്ന് തന്നെ ഇപ്പോൾ നാഷണൽ സ്പോർട്സ് ഗവർണൻസ് ബില്ല്, അതുപോലെ നാഷണൽ ആൻറ്റി ഡോപ്പിംഗ് ബില്ല് ഒക്കെ രാജ്യസഭ ഇന്ന് പാസ്സാക്കി. ഇൻകം ടാക്സ് നമ്പർ 2 ബില്ലുകൾ പാസ്സാക്കി. ലോക്സഭയാകട്ടെ ടാക്സേഷൻ ലോ അമെൻഡ് ബില്ല് ലോക്സഭ നേരത്തെ പാസ്സാക്കിയ ബില്ലുകൾ ഇന്ന് രാജ്യസഭയും പാസ്സാക്കി. ലോക്സഭയിൽ മിനറൽസ് ആൻഡ് മൈൻസ് ഡെവലപ്മെൻറ്റ് റെഗുലേഷൻ അമെൻമെൻറ്റ് ബില്ല് ഇന്ന് വന്നു, അതും പാസ്സാക്കി. അപ്പോൾ ഈ ബഹളത്തിനിടയിൽ പെട്ടെന്ന് ബില്ലുകൾ പാസ്സാക്കിയെടുക്കുന്ന രീതിയും ഒരു വിമർശനത്തിന് വഴിവെച്ചിട്ടുണ്ട്. ഏതായാലും കോൺഗ്രസ് ഈ വോട്ട് ചോരി എന്ന വിഷയം കൂടുതൽ ശക്തമായി വരും ദിവസങ്ങളിൽ തെരുവുകളിൽ ഉന്നയിക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. രഞ്ജിത്ത്, ശരി. സംസ്ഥാനത്തും വോട്ടർ പട്ടിക ക്രമക്കേട് കത്തുകയാണ്. തൃശൂരിലെ ക്രമക്കേടിൽ കോൺഗ്രസ് പോലീസിൽ പരാതി നൽകി. സുരേഷ് ഗോപി വോട്ട് മാറ്റിയത് നിയമവിരുദ്ധമായാണ്. സുരേഷ് ഗോപിയുടെ സഹോദരന് ഇരട്ട വോട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും TN പ്രതാപൻ പറഞ്ഞു. സുരേഷ് ഗോപി രാജിവെക്കണമെന്നായിരുന്നു K മുരളീധരന്റെ ആവശ്യം. മുരളീധരന്റെ വാക്കുകളിലേക്ക്. തൃശ്ശൂര് കാര്യങ്ങൾ പരിശോധിച്ച് ഞങ്ങൾ നിയമ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ ദേശീയ നേതൃത്വം തന്നെ ഇക്കാര്യത്തിൽ ഉചിതമായിട്ടുള്ള സമീപനം സ്വീകരിക്കും. ഡീറ്റെയിൽസൊക്കെ ദേശീയ നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ 50ഓളം നിയോജകമണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന അന്വേഷണത്തിൽ നടപടികളിൽ തൃശ്ശൂരും കൂടെ ഉൾപ്പെട്ടിട്ടുണ്ട്. ശാസ്തമംഗലത്തുകാരാണ് പതിയെ അവിടെ വോട്ട് ചേർത്തത്. കാരണം സുരേഷ് ഗോപിയായിട്ട് ബന്ധപ്പെട്ട ഇവിടെയുള്ള എല്ലാവരും അവിടെ വോട്ട് ചേർത്തിട്ടുണ്ട് തൃശ്ശൂര്. ഇവർക്കൊക്കെ വോട്ട് ശാസ്തമംഗലത്താണ്. കാലാകാലങ്ങളായിട്ട് ഇവർ വോട്ട് ചെയ്യുന്ന ശാസ്തമംഗലം ഹയർ സെക്കൻഡറി NSS ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലാണ്. ആ വോട്ടുകളാണ് വ്യാപകമായിട്ട് തൃശ്ശൂരേക്ക് മാറ്റിയത്. ഇനിയിപ്പോൾ തൃശ്ശൂർ അവർ ചേർത്ത അഡ്രസ്സ് നിലവിലുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കണം. കാരണം അന്ന് സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപി താമസിച്ച ഒരു വാടക വീടാണ്. ആ വീട് ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് തന്നെ ഇലക്ഷൻ വന്നപ്പോൾ തന്നെ ആ വീട് മാറിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം ആരോപണത്തിൽ മറുപടിയുമായി BJP രംഗത്തെത്തി. 11 വോട്ട് കള്ളവോട്ടാണെന്ന് വെച്ചാലും 70,000 വോട്ടിന്റെ ഭൂരിപക്ഷമുള്ള സുരേഷ് ഗോപിയുടെ വിജയം ഇല്ലാതാകില്ലല്ലോ എന്നായിരുന്നു V മുരളീധരന്റെ പ്രതികരണം. ഈ രാജ്യത്ത് ആർക്കും എവിടെയും പോയി താമസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരു സ്ഥലത്ത് ഒരാൾ ചെന്ന് താമസിക്കുന്നു. ആ താമസിച്ചതിന് ശേഷം അയാൾ അവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വേണ്ടി അപേക്ഷ കൊടുക്കുന്നു. ആരാ ഇത് പരിശോധിച്ചത് അവിടുത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ആരാ? സംസ്ഥാന സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാരാണ്. കേരള ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരാണ് ഇത് മുഴുവൻ പരിശോധിച്ചത്. ഇലക്ടറൽ ഓഫീസർ എന്ന് പറയുന്നത് ജില്ലാ കളക്ടറാണ്. അപ്പോൾ അവർ പരിശോധിച്ചതിന് ശേഷം ആർക്കും ആക്ഷേപം ഇല്ലെങ്കിൽ, മാത്രമല്ല വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം വോട്ടർ പട്ടിക പരസ്യമായിട്ടാണ് പ്രസിദ്ധീകരിക്കുന്നത്. വോട്ടർ പട്ടിക സ്വകാര്യമായിട്ട് വെക്കുന്നതല്ല. വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം ആർക്കെങ്കിലും പരാതി ഉണ്ടായിരുന്നുവെങ്കിൽ ആ പ്രദേശത്തെ ആൾക്കാർ പറയണമായിരുന്നു, അല്ലെങ്കിൽ ആ പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാർ പറയണം, ആർക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു. ഇതാരും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ചത് ഇങ്ങനെ ഒരു 11 ആളുടെ പേരാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഏതോ പത്രങ്ങളിൽ കണ്ടു. 75,000 വോട്ടിന് ജയിച്ച ആള് ഇനി 11 പേര് കള്ള വോട്ടാണെന്ന് തന്നെ ഇരിക്കട്ടെ, അദ്ദേഹത്തിന്റെ ജയം ഇല്ലാതാവില്ല. അപ്പൊ ഈ രാഹുൽ ഗാന്ധിയും സംഘവും ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത തകർക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമം, ആ ശ്രമമാണ് ഇപ്പൊ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. വോട്ടർ പട്ടികയിൽ ഗുരുതര ആരോപണവുമായി ഇന്ന് മുസ്ലിം ലീഗും രംഗത്ത് വന്നു. കോഴിക്കോട് ജില്ലയിലാണ് വ്യാപകമായ ക്രമക്കേട് ഉണ്ടായതെന്നും കോർപ്പറേഷൻ പരിധിയിൽ മാത്രം 1408 വോട്ട് ഇരട്ടിപ്പുണ്ടെന്നും ലീഗ് ആരോപിച്ചത്. മാറാട് ഡിവിഷനിൽ ഒരു വീട്ടിൽ മാത്രം 327 വോട്ടർമാരുണ്ട്. ജില്ലയിൽ 10,000-ത്തിലധികം ഇരട്ട വോട്ടുണ്ടെന്നും ലീഗ് ആരോപിക്കുന്നു.
വോട്ടർ പട്ടികയിലെ വോട്ടർമാരുടെ പേര്, രക്ഷിതാവിന്റെ പേര്, വീട്ടുപേര് എന്നിവ ഒരക്ഷരം പോലും മാറ്റമില്ലാതെ 2 തവണ ആവർത്തിച്ചു വരുന്ന 1408 വോട്ടുകളാണുള്ളത്. ഇത് വോട്ട് ഇരട്ടിപ്പിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി കണക്കാക്കാം. ഒരേ ഡിവിഷനിലെ ഒരേ ബൂത്തിൽ 480 വോട്ടുകൾ ആവർത്തിച്ചു വരുന്നു. ഒരേ ഡിവിഷനിൽ തന്നെ 702 വോട്ടുകൾ ആവർത്തിച്ചു വന്നപ്പോൾ 656 വോട്ടുകൾ വ്യത്യസ്ത ഡിവിഷനുകളായാണ് ആവർത്തിച്ച് വന്നിരിക്കുന്നത്. ചെറിയ അക്ഷര വ്യത്യാസങ്ങളൊക്കെ അടക്കം പരിഗണിച്ചാൽ ഈ വോട്ട് ഇരട്ടിപ്പ് ഇതിന്റെ ഇരട്ടിയിലധികമായി കാണാമെന്നാണ് വോട്ടർ പട്ടിക പ്രാഥമികമായി പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നത്. ഒരു വീട്ടു നമ്പറിൽ തന്നെ 300-ലധികം വോട്ടർമാരുള്ള വാർഡുകളും കോഴിക്കോട് കോർപ്പറേഷനുണ്ട്. ഒരു വീട്ടു നമ്പറിലുള്ള വോട്ടർമാർ തന്നെ 2-3 ഡിവിഷനിൽ ആയി ഉൾപ്പെട്ടിരിക്കുന്ന അപൂർവതയും ഈ പട്ടികയിലുണ്ട്. മാറാട് ഡിവിഷനിൽ ഉൾപ്പെട്ട 49/49 എന്ന വീട്ടു നമ്പറിൽ 327 വോട്ടർമാരാണ് ഉള്ളത്. എന്നാൽ ഈ 327 പേരും 7 ബൂത്തുകളിലായി ചിതറിക്കിടക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പുത്തൂർ ഡിവിഷനിൽ 4/500 എന്ന വീട്ടു നമ്പറിൽ 320 വോട്ടർമാരാണ് ഉള്ളത്. ഇവർ 5 ബൂത്തുകളിലായാണ് ചിതറിക്കിടക്കുന്നത്. പുത്തൂർ ഡിവിഷനിൽ തന്നെ 4/4000 എന്ന വീട്ടു നമ്പറിൽ 248 വോട്ടർമാരുണ്ട്. 3/418 എന്ന നമ്പറിൽ 196 വോട്ടർമാരും ഉണ്ട്. ഇതിൽ 11 എണ്ണം കൊമ്മേരി ഡിവിഷനിലും 185 എണ്ണം കുറ്റിത്താഴം ഡിവിഷനിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. 5/0 എന്ന വീട്ടു നമ്പറിൽ 192 വോട്ടർമാരിൽ 149 പേർ മുഖവൂർ ഡിവിഷനിലും 43 എണ്ണം കൊണ്ടുപറമ്പ് ഡിവിഷനിലുമായാണ് ഉള്ളതിപ്പോൾ നിലവിൽ. 50/50 എന്ന വീട്ടു നമ്പറിലെ 103 വോട്ടർമാരിൽ 26 എണ്ണം മാറാട് ഡിവിഷനിലും 22 എണ്ണം നടുവണ്ണം ഡിവിഷനിലുമായി മാറിയിരിക്കുന്നു. 5 എണ്ണം മാത്തോട്ടം ഡിവിഷനിലും ഉൾപ്പെട്ടിരിക്കുന്നു. 0 എന്ന വീട്ടു നമ്പറിൽ വിവിധ ഡിവിഷനുകളിലായി ഇതിനകം തന്നെ 1018 വോട്ടുകൾ കണ്ടെത്തിയിരിക്കുന്നു. ഇവ വ്യത്യസ്ത ഡിവിഷനുകളിലായി വ്യത്യസ്ത വാർഡുകളിലായാണ് നിലവിൽ സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നത്. ഒപ്പം നിലവിൽ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ അതിർത്തി മാറി വന്ന 100 കണക്കിന് വോട്ടുകൾ ഉള്ളതായി ഇതിനകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ചില ഡിവിഷനുകളിലെ 500-ലധികം വോട്ടുകൾ ഈ ഡിവിഷനിൽ നിന്നും മാറി മറ്റു പലയിടങ്ങളിലായി ബൂത്തുകളിലായി ചിതറിക്കിടക്കുന്ന കാഴ്ചയുണ്ട്. നിലവിലുള്ള കൗൺസിലർമാർ അടക്കം പലർക്കും സ്വന്തം വീട്ടിൽ വോട്ട് ചെയ്യാൻ കഴിയാത്ത അല്ലെങ്കിൽ അവരുടെ വോട്ടുകൾ മറ്റ് ഡിവിഷനുകളിലേക്ക് മാറി തന്നെ പോയിരിക്കുന്ന കാഴ്ചകൾ കാണാൻ കഴിയുന്നു. ഒപ്പം ഒരു വീട്ടിലെ തന്നെ പല ജാതി വിഭാഗങ്ങളിലുള്ള ആളുകൾ വോട്ടർമാരായി മാറുന്നു. ഒരു വീട്ടിലെ ആളുകൾ തന്നെ പല ബൂത്തുകളിലായി വോട്ടർ പട്ടികയിൽ ചേർക്കുന്നു. ഇങ്ങനെ നിരവധി ക്രമക്കേടുകളാണ് കണ്ടിരിക്കുന്നത്. ഇത് മനഃപൂർവ്വമാണോ അല്ലെങ്കിൽ അതോ ഇത് തയ്യാറാക്കിയപ്പോഴുള്ള പിഴവാണോ എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ആവശ്യം ഉയർന്നിരിക്കുന്നത്. ഓരോ ഇടത്തും പോയി ഫീൽഡിൽ പോയി വെരിഫിക്കേഷൻ നടത്തി ഇക്കാര്യത്തിൽ ഒരു ശുദ്ധീകരണം അനിവാര്യമാണ് എന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ ചൂണ്ടിക്കാട്ടുന്നത്. ലീഗിന്റെ പ്രധാനപ്പെട്ട ആളുകളാണ് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഇന്ന് രംഗത്ത് വന്നത്. അവരുടെ വാക്കുകളിലേക്ക്. മാറാട് ഡിവിഷനിൽ ഉൾപ്പെട്ട 49/49 എന്ന വീട്ടു നമ്പറിൽ 327 വോട്ടർമാരുണ്ട്. ഒരു വീട്ടിൽ 327 വോട്ടർമാരെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ആ വീടിന്റെ വലിപ്പം കാണണം. നമ്മൾ കർണാടകയിൽ കണ്ടതുപോലെ 80 വോട്ടർമാർക്ക് ഒറ്റ മുറിയിൽ 2 പായ ഇട്ടാൽ നിൽക്കാൻ ഇടമില്ലാത്തടുത്ത് 80 വോട്ടർമാരെ കൊണ്ടതാണ് ഏറ്റവും വലുതെങ്കിൽ അതിനേക്കാൾ കുടുസായ വീട്ടിനകത്ത് 327 വോട്ടർമാരെ കൊള്ളിച്ചിരിക്കുന്നു. ഇടുക്കിയിലും സമാനമായ ആരോപണം ഉണ്ടായി. ഇടുക്കിയിലെ ഇരട്ട വോട്ട് ആരോപണം വീണ്ടും ചർച്ചയാവുകയാണ്. എം മണി ആദ്യ തവണ നിയമസഭയിലെത്തിയത് ഇരട്ട വോട്ട് നേടിയെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ഉടുമ്പൻചോല മണ്ഡലത്തിൽ മാത്രം 10,000-ഓളം ഇരട്ട വോട്ടർമാരുണ്ടെന്നും ആരോപണമുണ്ട്. 2016 എം മണി കോൺഗ്രസിലെ സേനാപതി വേണുവിനെ പരാജയപ്പെടുത്തി നിയമസഭയിൽ എത്തിയത് 1109 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു. തോട്ടം മേഖലയിൽ ജോലി ചെയ്യുന്ന തമിഴ്നാട്ടിൽ വോട്ടുള്ള ഇരട്ട വോട്ടർമാരെ വോട്ട് ചെയ്യിപ്പിക്കാനായി CPM പ്രവർത്തകർ മണ്ഡലത്തിൽ എത്തിച്ചതായി കോൺഗ്രസ് അന്നേ ആരോപണം ഉന്നയിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് ദിനത്തിൽ അവസാന മണിക്കൂറുകളിൽ എം മണിയുടെ നേതൃത്വത്തിൽ കമ്പംമെട്ട് ചെക്ക് പോസ്റ്റിൽ നിന്നടക്കം തമിഴ്നാട്ടിൽ നിന്നുള്ളവരെ കേരളത്തിലേക്ക് കടത്തിവിടുകയായിരുന്നുവെന്നാണ് ആരോപണം. അന്ന് ഏകദേശം 10,000-ഓളം വോട്ടുകൾ ഈ പറയുന്നത് പോലെ അതിർത്തിയിൽ നിന്നും കൊണ്ടുവന്ന് ആളുകളെ ഇറക്കി ചെക്ക് പോസ്റ്റിൽ വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അന്നത്തെ സ്ഥാനാർത്ഥിയായിരുന്ന എം മണി തന്നെ നേരിട്ടാണ് കമ്പംമെട്ട് ചെക്ക് പോസ്റ്റിലും അതേപോലെ തന്നെ ബോഡിമെട്ട് ചെക്ക് പോസ്റ്റിലും എല്ലാം ഇത്തരത്തിലുള്ള ആളുകളെ കടത്തിവിട്ട് ആളുകൾ വോട്ട് ചെയ്യാനുള്ള അവസരം കൊണ്ടുവന്നു. ഉടുമ്പൻചോല മണ്ഡലത്തിൽ മാത്രം
10,000-ഓളം ഇരട്ട വോട്ടുകൾ ഉണ്ടെന്നും തമിഴ് തൊഴിലാളികളുള്ള ഇടുക്കിയിലെ മറ്റ് മണ്ഡലങ്ങളിലും ഇരട്ട വോട്ടർമാരുണ്ടെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. ഇത് സംബന്ധിച്ച് നിരവധി തവണ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകുകയും ഇരട്ട വോട്ടുകൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടും നടപടിയുണ്ടായില്ല. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനോ അതേപോലെ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനോ കൃത്യമായ ഒരു അന്വേഷണം നടത്താൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് വളരെ വ്യക്തമാണ്. ഇരട്ട വോട്ട് പദവി ഇവിടെ ആയിരക്കണക്കിന് ആളുകൾക്കുണ്ട്. ആ ഇരട്ട വോട്ട് പദവി കണ്ടെത്തിക്കൊണ്ട് അത് ഒറ്റ ഏകീകൃതമായിട്ടുള്ള വോട്ടിലേക്ക് വരാൻ വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കുന്നില്ലെങ്കിൽ ജനാധിപത്യത്തിൽ നമ്മൾ ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ എങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടതായി മാറും? ജില്ലയിലെ സ്ഥിരം തോട്ടം തൊഴിലാളികൾക്ക് പുറമെ താൽക്കാലികമായി വന്നു മടങ്ങുന്നവരെയും വ്യാജ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തും. ഇരു സംസ്ഥാനങ്ങളിലും ഒരേ സമയം വോട്ടെടുപ്പ് നടക്കുമ്പോൾ ഇരട്ട വോട്ടർമാരെ മഷി മായിച്ച് കേരളത്തിൽ എത്തിക്കുമെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. ന്യൂസ് 18 ഇടുക്കി. ന്യൂസ് അറ്റ് 9-ൽ ഒരിടവേള. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവ് എന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് കുടുംബ സദസ്സുകളിൽ ഉണ്ടായിരുന്ന ടാബു പോലും തുടച്ചു കളഞ്ഞ തലമുറയാണ് നമ്മുടേത്. അച്ഛനും അമ്മയും CPM-ൽ ജയരാജ പോര് വീണ്ടും. ഇ പി ജയരാജനെതിരെയുള്ള റിസോർട്ട് വിവാദം വീണ്ടും ഉയർത്തി പി ജയരാജൻ. വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട് താൻ എഴുതി നൽകിയ പരാതിയിൽ എന്ത് നടപടിയെടുത്തുവെന്ന് കഴിഞ്ഞ സംസ്ഥാന സമിതി യോഗത്തിൽ ജയരാജൻ ചോദിച്ചു എന്നുള്ള വിവരമാണ് പുറത്തുവന്നത്. ഇക്കാര്യം പാർട്ടി പരിശോധിക്കുകയാണെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മറുപടി. BV അരുൺ തയ്യാറാക്കിയ റിപ്പോർട്ട്. കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെയാണ് ആദ്യമായി പി ജയരാജൻ ഇ പി ജയരാജനെതിരായ റിസോർട്ട് ആരോപണം ഉന്നയിച്ചത്. അനധികൃത സ്വത്ത് സമ്പാദനം എന്ന രീതിയിലാണ് അന്ന് പി ജയരാജൻ ഈ ആരോപണം ഉന്നയിച്ചത്. പിന്നീട് MV ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറിയായി ചുമതലയേറ്റ ശേഷം തെറ്റുതിരുത്തൽ രേഖ ചർച്ച ചെയ്യുന്ന സംസ്ഥാന സമിതിയിലും ഈ ആരോപണം അദ്ദേഹം ഉന്നയിച്ചു. മുതിർന്ന നേതാവിനെതിരായുള്ള ആരോപണം ഇങ്ങനെ പറഞ്ഞുപോയാൽ പോരാ, അത് എഴുതി നൽകണമെന്ന് അന്ന് MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ ആരോപണമായി തന്നെ അന്ന് അദ്ദേഹം എഴുതി നൽകുകയും ചെയ്തു. ഇ പി ജയരാജനെ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് മാറ്റിയതിനെ തുടർന്ന് ഉള്ള സാഹചര്യത്തിലാണ് അന്ന് ഈ പി ജയരാജൻ ഇ പിക്കെതിരെ കടുത്ത നിലപാടുമായി രംഗത്ത് വന്നത്. അതിനുശേഷം ഉള്ള സംസ്ഥാന സമിതിയിലും എന്തായി നിലപാടെന്ന് അദ്ദേഹം ഈ തന്നെ പരാതിയുടെ കാര്യം എന്തായി തീരുമാനം, പാർട്ടി തീരുമാനമെന്ന് അന്വേഷിക്കുകയുണ്ടായി. എന്നാൽ അതിൽ അന്വേഷണം പുരോഗമിക്കുന്നുവെന്നായിരുന്നു നേരത്തെ MV ഗോവിന്ദൻ വ്യക്തമാക്കിയത്. കഴിഞ്ഞ ആഴ്ച സംസ്ഥാന സമിതിയിലാണ് ഏറ്റവും ഒടുവിൽ ഈ വിഷയം വീണ്ടും
പി ജയരാജൻ എടുത്തിരുന്നത്. താനൊരു പരാതി പാർട്ടിക്ക് ഔദ്യോഗികമായി തന്നെ നൽകിയിരുന്നു. അതിലെന്ത് തീരുമാനമാണ് പാർട്ടിയുടെ ഭാഗത്തുണ്ടായെന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഈ പി ജയരാജനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ അതേ ആ സമയത്ത് തന്നെയാണ് അദ്ദേഹം MV ഗോവിന്ദന്റെ പേരെടുത്ത് പറയാതെ ഒരു ജോത്സ്യനെ കാണാൻ നേതാക്കൾ പോകുന്നത് എന്ത് സന്ദേശമാണ് അണികൾക്ക് നൽകുന്ന ചോദ്യവും ഉന്നയിച്ചത്. രണ്ട് വിഷയങ്ങൾ ഒരേ സമയം അദ്ദേഹം ഉന്നയിക്കുകയായിരുന്നു. ഈ പി ജയരാജനും പി ജയരാജനുമായി കഴിഞ്ഞ കുറെ നാളുകളായി CPM-ലെ കണ്ണൂരിന്റെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ തമ്മിൽ വലിയ തർക്കമുണ്ട്, ഭിന്നതകളുണ്ട്. അതിന്റെ ബാക്കി പത്രമാണ് ഈ ആരോപണത്തിന് പിന്നിലും. നേരത്തെ തന്നെ ഈ ആരോപണം ഉയർന്നു വന്നപ്പോൾ EP ജയരാജൻ പാർട്ടിക്ക് വിശദീകരണം നൽകിയിരുന്നു. ഈ റിസോർട്ടുമായി ബന്ധപ്പെട്ട് തനിക്ക് നേരിട്ട് നിക്ഷേപമോ ഓഹരിയോ ഒന്നുമില്ല. തന്റെ ഭാര്യയുടെ പേരിൽ ഓഹരി ഉണ്ടായിരുന്നത് മകന് കൈമാറി. അതിനപ്പുറത്തേക്ക് തനിക്ക് ഇതുമായി ഒരു നേരിട്ടുള്ള ബന്ധമില്ല എന്ന് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയതാണ്. പക്ഷേ EP ജയരാജനെ വിടാതെ പിന്തുടരുകയാണ് പി ജയരാജൻ ഈ വിഷയത്തിൽ. അദ്ദേഹം താൻ നൽകിയ പരാതിയിൽ എന്ത് നടപടി ഉണ്ടാകുന്നുവെന്ന് ആവർത്തിച്ച് ഓരോ സംസ്ഥാന സമിതി യോഗങ്ങളിലും ഈ വിവാദം ഉന്നയിക്കുകയാണ്. അത് നേരത്തെ ഈ വിഷയം പി ജയരാജൻ ചോദിച്ചു തന്നെ MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി വന്ന ശേഷം MV ഗോവിന്ദന്റെ കൂടി പിന്തുണയോടുകൂടിയാണ്, അദ്ദേഹത്തിന്റെ അറിവോടുകൂടിയാണ് ഈ ചോദ്യം ഉന്നയിച്ചത്. പരാതി നൽകിയത് എന്ന വിലയിരുത്തലൊക്കെ നേരത്തെ CPM-ൽ ഉണ്ടായിരുന്നു. ഏതായാലും നേരത്തെ പ്രതിപക്ഷമൊക്കെ EP ജയരാജൻ വലിയ രീതിയിൽ ആയുധമാക്കിയിരുന്ന ഈ റിസോർട്ടുമായി ബന്ധപ്പെട്ട വിവാദം കൂടുതൽ ശക്തമായി നിലനിർത്താൻ CPM-നുള്ളിൽ നിന്ന് ശ്രമമുണ്ടാകുന്നു എന്നതാണ് പി ജയരാജന്റെ ഈ കഴിഞ്ഞ സംസ്ഥാന സമിതി യോഗത്തിലെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമുക്കിനി മറ്റൊരു പ്രധാന സെഗ്മെന്റിലേക്ക് പോകാം. വൈറൽ കട്ട്സ്. രാജ്യസഭാ MP-യും അമിതാഭ് ബച്ചന്റെ ഭാര്യയും നടിയുമായ ജയാ ബച്ചൻ ഇന്ന് അവരുടെ സെൽഫി എടുക്കാനായി ഒരാൾ വന്നപ്പോൾ അയാളോട് പെരുമാറിയ കാഴ്ചകളാണ് ഇന്നത്തെ വൈറൽ കട്ട്സ്. നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. പാർലമെന്റ് മന്ദിരത്തിന് മുൻപിലായിരുന്നു ഇത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊരാളുമായി സംസാരിച്ചു നിൽക്കുമ്പോൾ ഒരാൾ സെൽഫി എടുക്കാൻ വരുന്നു, ശരീരത്തിൽ സ്പർശിച്ചു എന്ന് പറഞ്ഞാണ് അയാളോട് വളരെ മോശമായി ജയാ ബച്ചൻ പെരുമാറിയത്. തള്ളി മാറ്റുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാം. നമുക്കറിയാം സമാജ്വാദി പാർട്ടിയുടെ MP കൂടിയാണ് ജയാ ബച്ചൻ എന്നുള്ളതാണ്. പലപ്പോഴും ഇത്തരം മോശം പെരുമാറ്റങ്ങളിൽ ജയാ ബച്ചൻ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇത് ഇന്ന് ഏറ്റവും പ്രധാനമായി വൈറലായ ദൃശ്യങ്ങളാണ്. അയ്യപ്പ സംഗമത്തിന് സർക്കാർ. സർക്കാർ സംഘടിപ്പിക്കുന്ന അഖില ലോക അയ്യപ്പ സംഗമത്തിനെതിരെ BJP. അയ്യപ്പ ഭക്തരുടെ സംഗമം സംഘടിപ്പിക്കാൻ സർക്കാരിനും മന്ത്രിക്കും എന്ത് അവകാശമെന്നാണ് BJPയുടെ ചോദ്യം. BJP നേതാവ് കുമ്മനം രാജശേഖരനാണ് ഈ വിഷയം മുന്നോട്ട് വച്ചത്. അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ വനിതാ ആക്ടിവിസ്റ്റുകളെ കൊണ്ടുവരാനാണ് സർക്കാരിന്റെ ശ്രമമെന്നാണ് ആരോപണം. അടുത്ത മാസം പകുതിയോടെ അയ്യപ്പ സംഗമം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും. BV അരുൺ തയ്യാറാക്കിയ റിപ്പോർട്ട്. ശബരിമലയെ ആഗോള ആത്മീയ കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സംസ്ഥാന സർക്കാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സഹകരണത്തോടുകൂടി അഖില ലോക അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത്. ശബരിമലയിലെ മത സൗഹാർദ്ദ നിലപാടുകൾ ലോകത്തിനു മുമ്പിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യവും ഇതിനുണ്ട്. അതിനെതിരെ വലിയ വിമർശനമാണ് ഇപ്പോൾ BJP ഉന്നയിക്കുന്നത്. ഇത് വനിതാ ആക്ടിവിസ്റ്റുകളെ, ബിന്ദു അമ്മിണിയെ പോലുള്ള വനിതാ ആക്ടിവിസ്റ്റുകളെ ശബരിമലയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിതെന്നാണ് BJPയുടെ ആരോപണം. BJPയുടെ ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരനാണ് ഈ ആരോപണവുമായി രംഗത്ത് വന്നത്. നേരത്തെ ശബരിമല സ്ത്രീ പ്രവേശന സമയത്തും അത്തരത്തിൽ ആക്ടിവിസ്റ്റുകളെ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. നേരത്തെ ബിന്ദു അമ്മിണി ഈ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അതിന് ചുവട് പിടിച്ചുകൊണ്ട് അത് ആയുധമാക്കിയാണ് ഇപ്പോൾ സർക്കാരിനെതിരെ കുമ്മനം രാജശേഖരനും BJPയും രംഗത്ത് വരുന്നത്. ശബരിമലയിൽ ഇത്തരത്തിലൊരു സംഗമം സംഘടിപ്പിക്കാൻ എന്താണ് മന്ത്രിക്ക് അധികാരം? മതേതര നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുമെന്ന് പറയുന്ന മന്ത്രി എങ്ങനെയാണ് ഒരു മതത്തിന്റെ പേരിൽ മാത്രം ഇത്തരം സംഗമം നടന്ന ചോദ്യം കൂടി അവർ ഉന്നയിക്കുന്നു. സർക്കാരിന്റെ ഇപ്പോഴത്തെ ശ്രമങ്ങളിൽ വലിയ സംശയം ഉണ്ട് എന്നാണ് BJPയുടെ ആരോപണം. ഈ സംഗമത്തിനെതിരല്ല തങ്ങൾ, പക്ഷേ ഇതിന്റെ മറവിൽ പുറത്തുനിന്നുള്ള ആളുകളെ, സ്ത്രീകളെ അടക്കം അവിടേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്നും ഗുരുതരമായ ആരോപണവും BJP ഉന്നയിക്കുന്നുണ്ട്. ശബരിമലയിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമുണ്ടാകില്ല, പമ്പ വരെ മാത്രമാണ് സ്ത്രീകൾക്ക് പ്രവേശനം. ഇതിൽ 3000-ഓളം സംസ്ഥാനത്തിനകത്തും രാജ്യത്തിനകത്തും പുറത്തുമായി 3000-ഓളം വിശിഷ്ട വ്യക്തികളെ, ഭക്തരായ വ്യക്തികളെ അടക്കം പങ്കെടുപ്പിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അവരുടെ സ്ത്രീകളുടെ സാന്നിധ്യം പമ്പ വരെ ആയി പരിമിതപ്പെടുത്താൻ മുകളിലേക്ക് അവർക്ക് പോകാൻ കഴിയുമെന്നും സർക്കാർ പറയുന്നു. പക്ഷേ വലിയ സംശയദൃഷ്ടിയോടുകൂടിയാണ് BJP ഇതിനെ കാണുന്നത്. മന്ത്രിയോട് 10 ചോദ്യങ്ങളാണ്
കുമ്മനം രാജശേഖരൻ ചോദിച്ചത്. ഇതുമായി മുന്നോട്ട് പോകണമെങ്കിൽ നേരത്തെ ശബരിമല സമരകാലത്തെടുത്ത കേസുകളൊക്കെ പിൻവലിക്കണമെന്ന ആവശ്യം വിവിധ ഹൈന്ദവ സംഘടനകൾ ഉയർത്തുന്നുണ്ട്. ഏതായാലും ഈ വിവാദങ്ങളൊക്കെ കണ്ടിൽ നടിച്ചുകൊണ്ട് സർക്കാർ അഖില ലോക അയ്യപ്പ സംഗമവുമായി മുന്നോട്ട് പോവുകയാണ്. സെപ്റ്റംബർ പകുതിയോടുകൂടി 16 തീയതി നട തുറക്കും കന്നിമാസ പൂജകൾക്കായി. അതിനു പിന്നാലെ ഈ 5 ദിവസത്തിനുള്ളിൽ ഈ സംഗമം നടത്താനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. രാജ്യത്തിന് പുറത്തുള്ള നിരവധി പ്രമുഖർ പങ്കെടുക്കും. തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കടക്കം ക്ഷണമുണ്ടാകും. അങ്ങനെ നേരത്തെ ശബരിമല വിഷയത്തിൽ എടുത്ത നിലപാട് വലിയ തിരിച്ചടിയായി CPM മാറിയിരുന്നു. അതുകൂടി മറികടക്കാനും ഹൈന്ദവ സമൂഹത്തെ അയ്യപ്പ ഭക്തരെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി കൂടി ഒരു രാഷ്ട്രീയ ലക്ഷ്യവും സർക്കാരിനും CPM-നും ഇതിലുണ്ട്. വി അരുൺ വിവരങ്ങൾ പങ്കുവച്ചു. ഒരിടവേളയ്ക്ക് ശേഷം തിരിച്ചുവരാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവ് എന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് കുടുംബ സദസ്സുകളിൽ ഉണ്ടായിരുന്ന ടാബു പോലും തുടച്ചു കളഞ്ഞ തലമുറയാണ് നമ്മുടേത്. അച്ഛനും അമ്മയും കുട്ടികളുടെ മുന്നിലിരുന്ന് മദ്യപിക്കുന്ന കാലത്ത് ഇതിലും വലിയ ലഹരിയിലേക്ക് കടക്കരുതെന്ന് കുട്ടികളോട് ആ രക്ഷിതാക്കൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? നോക്കൂ, കൈവിട്ടു പോകുന്നത് നമുക്കാണ്. അതിന്റെ വലിയ വിപത്ത് അനുഭവിക്കുന്നത് പുതിയ തലമുറയും. ലഹരിക്ക് അടിമയാകാതിരിക്കൂ, സ്വതന്ത്രരാകും. ലീവ് ഫ്രീ, ലിവ് ഡ്രഗ് ഫ്രീ. ഉറപ്പാർന്നത് വിഭജന ഭീതി ദിനത്തിൽ ഭിന്നത. വിഭജന ഭീതി ദിനം ആചരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരള സർവകലാശാലയിൽ ആശയക്കുഴപ്പം. വിഭജന ഭീതി ദിനം സർക്കുലർ തിരുത്തി കേരള സർവകലാശാല കോളേജ് വികസന സമിതി രംഗത്ത് വന്നു. ദിനം വേണമോ ആചരിക്കണമോ വേണമോ എന്നത് കോളേജുകൾക്ക് തീരുമാനിക്കാം. VC-യുടെ നിർദ്ദേശപ്രകാരമാണ് ആദ്യ സർക്കുലർ പുറത്തിറക്കിയത്. മുഖ്യമന്ത്രിയുടെ നിലപാടും ചൂണ്ടിക്കാണിച്ചാണ് പുതിയ സർക്കുലർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. VC-യുമായുള്ള തർക്കത്തെ തുടർന്ന് വികസന സമിതി ഡയറക്ടർ ഡോക്ടർ ബിജു വി പദവി ഒഴിഞ്ഞു. സാരംഗ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. സാരംഗ്, ഗവർണറുടെ കർശനമായ നിർദ്ദേശമുണ്ട്. ഇപ്പോൾ ഇതിനെതിരെ വീണ്ടും സർവകലാശാലയിൽ ഒരു തർക്കം ഉടലെടുക്കുകയാണോ? തീർച്ചയായും രഞ്ജിത്ത്, ഈ ഒരു ഭാരതാംബ വിഷയത്തിന് ശേഷം ഗവർണർ അടുത്ത ഒരു അംഗത്തിന് കളമൊരുക്കുകയാണ് സർവകലാശാലയിൽ മറ്റും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നമുക്കറിയാം, ഒരുപാട് ആഴ്ചകളോളം നീണ്ടുനിന്ന ഭാരതാംബ വിഷയവും രജിസ്ട്രാർ വിഷയവും എല്ലാം കഴിഞ്ഞ് അതിൽ ഒരു പരിസമാപ്തിയതിനു ശേഷം സർവകലാശാല കാര്യങ്ങളൊക്കെ വളരെ സുഗമമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ ഒരു വിഭജന ഭീതി ദിനമായി ബന്ധപ്പെട്ട് അടുത്ത ഒരു വിവാദത്തിലേക്ക് ഗവർണർ കടന്നത്. അതായത് വളരെ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത ഒരു ദിനം അതായത് ആചരിക്കണമെന്നാണ്. അതായത് ഈ ഒരു ആഗസ്റ്റ് 15 തലേ ദിവസമായിട്ട് ഇത്തരത്തിൽ ആചരിക്കണമെന്നൊരു നിർദ്ദേശം ഗവർണർ പുറപ്പെടുവിക്കുകയും അതിന്റെ ഭാഗമായിട്ട് കേരള സർവകലാശാല
VC ഇത്തരത്തിൽ കോളേജുകൾക്ക് ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയിരുന്നു ഈ ഒരു ദിനം ആചരിക്കണം എന്ന് പറഞ്ഞ്. അതിനുശേഷമാണ് അത് തിരുത്തിക്കൊണ്ട്, അതായത് ഈ ഒരു കോളേജുകൾക്ക് തീരുമാനമെടുക്കാവുന്ന തരത്തിലേക്ക് കോളേജ് വികസന സമിതി വീണ്ടും ഒരു ലെറ്റർ അയക്കുന്നത്. അതിൽ ഒരു ഇത്തരത്തിൽ VCയുമായുള്ള ഒരു അഭിപ്രായ ഭിന്നതയുടെ പേരിൽ ഈ ഒരു വികസന സമിതി ഡയറക്ടർ പദവി ഒഴിയുന്നു. വീണ്ടും ഈ ഒരു രാഷ്ട്രീയ പോരിലേക്കും വിദ്യാർത്ഥി സംഘടനകളിലെ പോരിലേക്കും എല്ലാം ഈ കാര്യങ്ങൾ കടക്കും എന്നുള്ളൊരു സാധ്യത നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. കാരണം ഇതേ രീതിയിൽ തന്നെയാണ് ഇതിനു മുൻപും ഇത്തരത്തിലൊരു ഭാരതാംബ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു ഒരുപാട് ദിവസങ്ങളോളം നീണ്ടു നിന്ന പ്രശ്നങ്ങൾ ഉണ്ടായത്. മാത്രമല്ല ഈ ഒരു തുടക്കത്തിൽ SFIയുമായി ബന്ധപ്പെട്ടും മറ്റും നടന്ന പ്രക്ഷോഭങ്ങൾ വീണ്ടും മറ്റ് യുവജന സംഘടനകളടക്കം ഏറ്റെടുക്കുകയായിരുന്നു. ഇതിൽ നമുക്കറിയാം ഈ ഒരു പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രി എല്ലാം എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. കൃത്യമായ നിലപാട് സർക്കാരും എടുത്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു ദിനം ആചരിക്കണം എന്നുള്ളൊരു വാശിയുമായി ഗവർണർ മുന്നോട്ട് പോവുകയാണെങ്കിൽ രാഷ്ട്രീയ തലത്തിലും ഈ ഒരു ഭരണ സംവിധാനത്തിൽ ഈ ഒരു സർവകലാശാലയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെ എല്ലാം ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം VC ഗവർണറുടെ നിർദ്ദേശം കൃത്യമായി പാലിക്കാനുള്ള സാധ്യത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. VC ഇത് കൃത്യമായി പാലിക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഇതിനി കോളേജുകൾ എത്തരത്തിലാണ് നടപ്പിലാക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. കാരണം ഇത് മുൻപെങ്ങും നടത്തിയ ഒരു പരിചയവുമില്ല. ഇത്തരത്തിലൊരു ദിവസത്തെ പറ്റി നമുക്ക് കൃത്യമായ ഇത്തരത്തിലൊരു ആചരിച്ച ഒരു പരിചയം പോലും നമ്മളെ സർവകലാശാലയ്ക്കോ മറ്റ് വിദ്യാലയങ്ങൾക്കോ മറ്റും ഇല്ല. ഇത് മുന്നോട്ട് വെക്കുന്നത് ഒരു ഗവർണർ സർക്കാർ പോരിലേക്ക് കാര്യങ്ങൾ കടക്കും എന്നതിന്റെ സൂചനകളാണ് നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് അടുത്ത തലത്തിലേക്ക്, അതായത് ഒരു വിവാദം അവസാനിച്ച് അടുത്ത ഒരു വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് ഗവർണർ ഇപ്പോൾ. ശരി സാരംഗ്. ഇതിനിടെ ഇന്ത്യക്കെതിരെ വീണ്ടും യുദ്ധഭീഷണിയുമായി പാക് നേതാക്കൾ രംഗത്ത് വരുന്ന കാഴ്ചയും ഇന്ന് കണ്ടു. സിന്ധു നദിയിലെ വെള്ളം തടഞ്ഞാൽ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുമെന്നും തോൽപ്പിക്കുമെന്നും പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ പറയുന്നു. പാക് ജനത ഒറ്റക്കെട്ടായി നിൽക്കുമെന്നും അവരോട് പോരാടി ജയിക്കാൻ ഇന്ത്യക്കാവില്ലെന്നും ഭൂട്ടോ പറയുകയാണ്. അത് മാത്രമല്ല അസിം മുനീർ അണുവായുധം പ്രയോഗിക്കാൻ പോലും മടിക്കില്ല നമുക്ക് നേരെ എന്നുള്ള പ്രസ്താവന നടത്തിയതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഭൂട്ടോയുടെയും ഭീഷണി. വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ. അഭിലാഷ്, ഇതിന് വ്യക്തമായ മറുപടി നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ? എന്താണ് ഇവരുടെ ഭീഷണി? രഞ്ജിത്ത്, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ നൽകിയ വലിയൊരു തിരിച്ചടിയുണ്ട് പാകിസ്ഥാന്. എന്നാൽ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് തിരിച്ചടി ഒന്നും ഏറ്റിട്ടില്ല എന്നുള്ള തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു രീതികളാണ് പാകിസ്ഥാനിൽ അവിടുത്തെ നേതാക്കൾ ജനങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ജയിച്ചു എന്നുള്ള തരത്തിലാണ് അവരൊരു പ്രതീതി അവിടെ സൃഷ്ടിക്കുന്നത്. അതിനുശേഷം ഈ ഇന്ത്യയെ വലിയ രീതിയിൽ തോൽപ്പിച്ചു എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ അവർ പറഞ്ഞ ശേഷം തുടർച്ചയായിട്ട് ഇന്ത്യക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ പാകിസ്ഥാൻ അല്ലെങ്കിൽ ഭീഷണികൾ പാകിസ്ഥാനിൽ മുഴങ്ങുന്നുണ്ട്. അതിൽ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ വെച്ച് പാകിസ്ഥാന്റെ സൈന്യാധിപനായിട്ടുള്ള അസിം മുനീർ ഇന്ത്യക്കെതിരെ അണുവായുധം പ്രയോഗിക്കാൻ പോലും മടിക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ബിലാവൽ ഭൂട്ടോ, പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രിയായിരുന്നു ബിലാവൽ ഭൂട്ടോ, വീണ്ടും ഇന്ത്യക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. അതായത് സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ഇന്ത്യ പാകിസ്ഥാനെതിരെ ഒരു യുദ്ധമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ യുദ്ധത്തിൽ ഇന്ത്യക്ക് ഒരിക്കലും ജയിക്കാൻ കഴിയില്ല, പാകിസ്ഥാൻ ജനത ഒരുമിച്ച് നിന്ന് ഇന്ത്യ തോൽപ്പിക്കും എന്നുള്ള രീതിയിൽ, അതായത് ഇന്ത്യക്കെതിരെ ഏത് തരത്തിലുള്ള നടപടിയും എടുത്ത് ഇന്ത്യക്ക് ഒരു തരത്തിലും പാകിസ്ഥാനോട് ജയിക്കാനാവില്ല, മുട്ടി നിൽക്കാനാവില്ല എന്നുള്ള തരത്തിൽ അവിടെ വലിയ രീതിയിലുള്ള പരാമർശങ്ങളും പ്രസംഗങ്ങളൊക്കെയാണ് അവിടെ നടത്തി വരുന്നത്. ഇത് കഴിഞ്ഞ അടുത്ത ദിവസങ്ങളായിട്ട് അവരിങ്ങനെ തുടർന്ന് വരുന്നൊരു സാഹചര്യമാണ്. ഇപ്പോൾ അസിം മുനീർ പറഞ്ഞത് ഇന്ത്യ ഏതെങ്കിലും തരത്തിൽ ഇനി മുന്നോട്ട് പോയാൽ അണുവായുധം ഉപയോഗിക്കാൻ വരെ, ഇന്ത്യക്കെതിരെ അണുവായുധം ഉപയോഗിച്ച് ഒരു പ്രദേശം മുഴുവൻ നശിപ്പിക്കാൻ വരെ തങ്ങൾ തയ്യാറാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ബിലാവൽ ഭൂട്ടോ രംഗത്ത് വന്നിരിക്കുന്നത്. എന്നാൽ അസിം മുനീറിന്റെ ഈ പരാമർശത്തിനെതിരെ അമേരിക്കയിലും മറ്റു വിദേശ രാജ്യങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വരുന്നുണ്ട്. തീർച്ചയായും അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്കിനി വളരെ പ്രധാനപ്പെട്ട സെഗ്മെന്റ് ഉണ്ട്. മുകളിൽ ഒരാളുണ്ട്. തിരുവനന്തപുരം വർക്കലയിൽ ആക്രമിക്കാനെത്തിയ തെരുവ് നായയെ ഓടിത്തോൽപ്പിച്ച് 5 വയസ്സുകാരൻ. വർക്കല ഇടവ ഡീസന്റ് മുക്കിൽ ദാറുൽ അർഫയിൽ സുമയ്യയുടെ 5 വയസ്സുള്ള മകനാണ് തെരുവുനായ ആക്രമണത്തിൽ നിന്നും നിലവിളിച്ച് അതിവേഗത്തിൽ ഓടി രക്ഷപ്പെട്ടത്. സൈക്ലിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന 5 വയസ്സുകാരൻ നേരെയാണ് തെരുവുനായ്ക്കൾ ഓടിയെത്തിയത്. ഇതോടെ കുട്ടി അമിത വേഗത്തിൽ ഓടി അടുത്തുള്ള വീട്ടിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. വാഹനങ്ങളിൽ പോകുന്നവർ ഡീസന്റ് മുക്കിലെ കുറ്റിക്കാടുകളിൽ ഇറച്ചി മാലിന്യങ്ങൾ ഉപേക്ഷിക്കുന്നതാവാം ആ ഭാഗത്ത് തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമാകുന്നതിന് കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണും.
കളി കാര്യവട്ടത്ത്. വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് മത്സരങ്ങൾക്ക് തിരുവനന്തപുരം കാര്യവട്ടം സ്പോർട്സ് ഹബ് വേദിയാകും. ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നിശ്ചയിച്ച മത്സരങ്ങളാണ് കാര്യവട്ടത്ത് നടക്കുക. സെമിഫൈനൽ ഉൾപ്പെടെ 5 മത്സരങ്ങൾക്ക് കാര്യവട്ടം വേദിയാകും. കഴിഞ്ഞ വർഷത്തെ IPL കിരീടം നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ വിജയാഘോഷത്തിനിടെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വെച്ചുണ്ടായ അപകടത്തിൽ 11 പേർ മരിച്ചിരുന്നു. ഈ അപകടവുമായി നടത്തിയ അന്വേഷണത്തിലാണ് ചിന്നസ്വാമി സ്റ്റേഡിയം സുരക്ഷിതമല്ല എന്ന കണ്ടെത്തലുണ്ടായത്. ഇത്തരത്തിലാണ് വേൾഡ് കപ്പിനുള്ള വേദിയാകാനുള്ള അവസരം ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് നഷ്ടമായത്. അങ്ങനെയാണ് കേരളത്തിലെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന് നറുക്കു വീണതും. KCLനായി അന്താരാഷ്ട്ര നിലവാരത്തോടെ ഒരുക്കുന്ന ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേൾഡ് കപ്പ് മത്സരങ്ങൾക്കായി എളുപ്പത്തിൽ സജ്ജമാക്കാമെന്നതുകൊണ്ടാണ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഇത്തരത്തിൽ മത്സരങ്ങൾക്ക് വേദിയായി തിരഞ്ഞെടുത്തത്. സെപ്റ്റംബർ 30 മുതൽ നവംബർ 2-ാം തീയതി വരെയാണ് വേൾഡ് കപ്പ് മത്സരങ്ങൾ നടക്കുക. ഇന്ത്യക്ക് പുറമെ ശ്രീലങ്കയിലുമായി നടക്കുന്ന മത്സരങ്ങളിൽ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ന്യൂസിലൻഡ്, സൌത്ത് ആഫ്രിക്ക തുടങ്ങിയ 8 രാജ്യങ്ങൾ മാറ്റുരയ്ക്കും. സെപ്റ്റംബർ 25-ന് സൌത്ത് ആഫ്രിക്കയും ന്യൂസിലൻഡും തമ്മിലും 27-ാം തീയതി ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിൽ നടക്കുന്ന സന്നാഹ മത്സരങ്ങൾക്ക് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേദിയാകും. വേൾഡ് കപ്പിന് മുമ്പേ നടക്കുന്ന KCL മാച്ചുകൾക്കായുള്ള ഫ്ലഡ് ലൈറ്റുകളുടെ നവീകരണം കഴിഞ്ഞ ദിവസം അവസാനിച്ചിരുന്നു. വനിതാ ലോകകപ്പിൽ കന്നിക്കിരീടം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഹർമൻപ്രീത് കൌറിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സംഘം മത്സരത്തിനിറങ്ങുന്നത്. ഈ ഒഴിഞ്ഞുകിടക്കുന്ന ഗാലറികൾ വരും ദിവസങ്ങളിൽ ക്രിക്കറ്റ് ആവേശം കൊണ്ട് നിറയും. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറാമാൻ അരുണിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. ഇനി ടോം ചേരും പോലീസ് പെട്രോളുമായി.